ലബനൻ ഇസ്രയേൽ വെടിനിർത്തൽ ധാരണ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. വൈറ്റ് ഹൌസിൽ നടന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് തീരുമാനം. ഇസ്രയേലിന്റെയും ലബനന്റെയും യുഎസിലെ നയതന്ത്ര പ്രതികളുമായാണ് ട്രംപ് ചർച്ചകൾ നടത്തിയത്. ലബനനെ ഹിസ്ബുള്ളിൽ നിന്നും സംരക്ഷിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ച്. വിവരങ്ങളുമായി ഐസൺ ജോസ് തുടരുന്നുണ്ട്. ഐസൺ, ഈയൊരു ലബനൻ ഇസ്രയേൽ വെടിനിർത്തൽ ധാരണ 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ തുടച്ചു നീക്കാൻ, ലബനനെ സംരക്ഷിക്കാൻ ട്രംപ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായും ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമാണ് അമൽ ഈ സമൂഹ മാധ്യമ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും നമ്മൾ അമൽ സൂചിപ്പിച്ചതുപോലെ നിലവിലെ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയെ അതിരൂക്ഷമായി എതിർക്കുന്ന അല്ലെങ്കിൽ അതിശക്തമായി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് പോലും അതിന് പിന്തുണ ലഭിക്കുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്നൊരു വിഷയത്തിലാണ് കൃത്യമായ ചർച്ചകൾ നടന്നത്. ഇസ്രായേൽ അംബാസിഡറും അതുപോലെ തന്നെ ലബനനിലെ വ്യവസ്ഥാപിത സർക്കാരിന്റെ അമേരിക്കയിലെ പ്രതിനിധിയുമായാണ് ട്രംപ് ചർച്ചകൾ നടത്തിയത്. മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ മറ്റു നേതാക്കളെല്ലാം JD വാൻസ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായുള്ള ചർച്ചയിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. 3 ആഴ്ചത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടി എന്നാണ് ഇപ്പോൾ നൽകുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്ന രീതിയിൽ നൽകാനാകുന്നത്. എങ്കിൽ കൂടി ഹിസ്ബുള്ളയെ പൂർണ്ണമായും, ലബനനെ ഹിസ്ബുള്ളയിൽ നിന്നും പൂർണ്ണമായും രക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നൊരു നിലപാടും ട്രംപ് തന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള സൈനികമായ പിന്തുണ തന്നെ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും IRGCയുടെ പിന്തുണയോടെ പുനഃശാക്തീകരിക്കപ്പെട്ട ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കാനും അതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു വസ്തുത എന്ന് പറയുന്നത് ഇസ്രായേലുമായുള്ള ഇസ്രായേൽ ഈ ലബനനുമായുള്ള സംഘർഷത്തിന്റെ ഭാഗമായി അതിർത്തിയിലെ വലിയൊരു മേഖല മൊത്തം തന്നെ ഒഴിപ്പിച്ചെടുക്കുന്ന ഒരു നീക്കങ്ങൾ നടത്തിയിരുന്നു. അത് ബഫർ സോണാക്കി മാറ്റുന്നതിനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. അതുപോലെ ഇസ്രായേലിന്റെ അതിർത്തി സുരക്ഷിതമാക്കുകയും ഹിസ്ബുള്ളയുടെ ഭീകര സ്വഭാവമുള്ള ഒരു നിലപാടുകളിൽ നിന്നും ലബനനെ തന്നെ രക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് കൃത്യമായി പറയുമ്പോൾ വ്യക്തമായൊരു നിലപാട് പശ്ചിമേഷ്യയിൽ ഈ ലബനനും ഇസ്രായേലുമായുള്ള വിഷയത്തിൽ അമേരിക്കയ്ക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. ഐസൺ ജോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.